പാലക്കാട് ജില്ലയിൽ ഇറങ്ങിയ ഒരു അസാധാരണമായ പരസ്യമാണിത്. കേരളാസ് ഫസ്റ്റ് ഇസ്ലാം ഫ്രണ്ട്ലി ജിം അനൗൺസ്ഡ് ഇൻ പാലക്കാട്, ലൊക്കേഷൻ പുതുനഗരം, പാലക്കാട്. അതെ, പാലക്കാട്ടെ പുതുനഗരത്തിൽ മതപരമായ നിയമങ്ങൾ അടിസ്ഥാനമാക്കി ഒരു ജിം പ്രവർത്തിക്കുന്നെന്ന് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നു. ഇതിനെതിരെ അധികൃതർ കർശനമായ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തീരുമാനം വരേണ്ടത് മുസ്ലിം ലീഗിനെ അടക്കം ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചു നിർത്തുന്ന UDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. പൊതുവാണിജ്യ സ്ഥാപനങ്ങളിൽ ഇത്തരം വേർതിരിവുകൾ കൊണ്ടുവരുന്നത് നിയമവിരുദ്ധമാണെന്നും അത് വർഗീയ ധ്രുവീകരണത്തിനും പൊതുസമാധാന തകർച്ചയ്ക്കും കാരണമാകുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് പാലക്കാട് പോലീസ് സൂപ്രണ്ടിന് പ്രശാന്ത് ശിവൻ പരാതി നൽകിയിരിക്കുന്നത്. സംഭവത്തിൽ അടിയന്തരമായ അന്വേഷണം നടത്തി കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാണ് BJPയുടെ ആവശ്യം. സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പ്രചരിച്ച പ്രൊമോഷണൽ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് BJP പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. പുതുനഗരത്തിൽ പുതുതായി നവീകരിച്ച ASB ജിം എന്ന സ്ഥാപനത്തെ പരിചയപ്പെടുത്തുന്ന വീഡിയോയിൽ ഇത് ശരീഅത്ത് നിയമപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രചാരകൻ അവകാശപ്പെടുന്നതായാണ് പരാതിയിലുള്ളത്. ഫിറ്റ്നസ് നിയമങ്ങളുടെ മറവിൽ മതപരമായ കൽപ്പനകളെ അടിസ്ഥാനമാക്കി കർശനമായ നിയന്ത്രണങ്ങളാണ് ഈ സ്ഥാപനം നടപ്പാക്കുന്നതെന്നും പരാതിയിലുണ്ട്. കൃത്യമായ സമയക്രമങ്ങളോട് കൂടിയ കർശനമായ സ്ത്രീ പുരുഷ വേർതിരിവ്, ജിമ്മിനുള്ളിൽ സംഗീതം പൂർണ്ണമായി നിരോധിക്കൽ, കർശനമായ മതപരമായ വസ്ത്രധാരണ രീതി അടിച്ചേൽപ്പിക്കൽ, സൗഹൃദപരമായ സംഭാഷണങ്ങൾക്കും ചർച്ചകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തൽ എന്നിവയാണ് ജിമ്മിലെ നിയമങ്ങളായി സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്. കേരളം പോലുള്ള ഒരു മതേതര സംസ്ഥാനത്ത് പൊതുവായി ഒരു വാണിജ്യ ഫിറ്റ്നസ് സെൻറ്റർ ശരീഅത്ത് അനുസൃതമാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് അപകടകരമായ കീഴ്വഴക്കമാണെന്നും ഇത് ഒരു മേഖലയിലും ആവർത്തിക്കാൻ പാടില്ലെന്നും പ്രശാന്ത് ശിവൻ്റെ പരാതിയിലുണ്ട്. എല്ലാ സമുദായങ്ങളിലെയും ആളുകൾ ഒത്തുപോകുന്ന പൊതു ഇടങ്ങളിൽ ഇത് ബോധപൂർവം വർഗീയ വേർതിരിവുണ്ടാക്കും. കേരളത്തിലുടനീളം ഈ വർഗീയമായ വേർതിരിവ് കലാപ സദൃശ്യമായ സാഹചര്യത്തിനും വഴിതെളിക്കും. മുൻകാലങ്ങളിൽ കേരളത്തിലുണ്ടായ തീവ്രവാദ നെറ്റ്വർക്കുകളുടെ സാന്നിധ്യവും നിരോധിക്കപ്പെട്ട PFI, സിമി തുടങ്ങിയ സംഘടനകളുടെ ചരിത്രവും കണക്കിലെടുക്കുമ്പോൾ പൊതു ഇടങ്ങളിൽ ഇത്തരം ശരീഅത്ത് കടുംപിടുത്തങ്ങൾ കൊണ്ടുവരുന്നത് കർശനമായ സുരക്ഷാ നിരീക്ഷണത്തിന് വിധേയമാക്കണം. പാലക്കാട് ജില്ലയിൽ ഈയിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഈയൊരു ശരീഅത്തിൻ്റെ തീവ്രത അനുഭവപ്പെട്ടു തുടങ്ങിയതാണ്. മഞ്ചേശ്വരത്തും കാസർഗോഡും എങ്ങനെയാണോ ഇടത് വോട്ടർമാർ ഇടത് പാർട്ടികൾ കൂടിച്ചേർന്ന് BJP സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ മുസ്ലിം ലീഗിന് വോട്ട് മറിച്ച് നൽകിയത്, അതുപോലെ തന്നെയാണ് പാലക്കാടും സംഭവിച്ചിരിക്കുന്നത്. പാലക്കാട് ജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെന്ന് മാത്രം. പക്ഷേ രമേശ് പിഷാരടി പാലക്കാട് വിജയിച്ചതോടെ ശരീഅത്ത് പ്രസ്ഥാനക്കാരും അവിടെ ശക്തി പ്രാപിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളുടെ വ്യക്തമാകുന്നത്. എല്ലാ മേഖലയിലുമുള്ള ആളുകൾക്ക് കൂടിച്ചേരാനും സൗകര്യങ്ങൾ പങ്കുവയ്ക്കാനുള്ള സംവിധാനമാണ് ഫിറ്റ്നസ് സെൻ്ററുകൾ ഒരുക്കേണ്ടതെങ്കിലും ശരീഅത്ത് നിയമപ്രകാരമുള്ള മതപരമായ നിയമങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഈ ജിം പ്രവർത്തിക്കുന്നത് പോലീസ് ഇടപെട്ട് അവസാനിപ്പിക്കണമെന്നും സ്ഥാപനം അടച്ചുപൂട്ടണം എന്നുമാണ് BJPയുടെ ശക്തമായ ആവശ്യം. UDF സർക്കാരിന് കീഴിലുള്ള പോലീസ് നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും എന്നാൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ശരീഅത്ത് ജിമ്മിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലൂടെ തെരുവിലിറങ്ങുമെന്നാണ് BJPയുടെ മുന്നറിയിപ്പ്. മഞ്ചേശ്വരത്തും കാസർഗോഡുമൊക്കെ തുടങ്ങിവെച്ചത് മലപ്പുറം വഴി ഇതാ പാലക്കാട്ടേക്ക് എത്തിയിരിക്കുന്നു. പാലക്കാട്ടെ മണ്ണിൽ BJPയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച, അതിന് തടയിടാൻ വേണ്ടി തന്നെയാണ് ഇത്തരം ശരീഅത്ത് സ്ഥാപനങ്ങൾ പാലക്കാട് കൂണുപോലെ മുളച്ചു പൊന്നുന്നതെന്നും അതിന് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ഒക്കെ മനസ്സ് നിറഞ്ഞ ഒത്താശയുണ്ടെന്നും BJP ആരോപിക്കുന്നുണ്ട്. എന്തായാലും പാലക്കാടിനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കാനുള്ള ഈ നീക്കങ്ങൾക്കെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും സൂചനയുണ്ട്.